നാസ പോലുള്ള ഏതെങ്കിലും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സ്പേസ് ഏജൻസി നിങ്ങളെ ഒരു അന്യഗ്രഹത്തിൽ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് ഒരു സ്പേസ് ക്രാഫ്റ്റിൽ കയറ്റി എന്ന് കരുതുക. അതിനുശേഷം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുന്നു. നിങ്ങളോടൊന്നും പറയാതെ അവർ നേരെ നിങ്ങളെ കൊണ്ടുപോകുന്നത് ആമസോൺ വനങ്ങളിലേക്കാണെന്ന് കരുതുക. ആ ആമസോൺ വനത്തിലേക്ക് നിങ്ങളെ തുറന്നു വിട്ടതിന് ശേഷം കണ്ണിലെ കെട്ടുകൾ അഴിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ശരിക്കും ഒരു അന്യഗ്രഹത്തിൽ തന്നെ ആയിരിക്കുമെന്നാണ്. കാരണം നിങ്ങൾ ഇന്നുവരെ കണ്ടു പരിചയമില്ലാത്ത രീതിയിലുള്ള ഒരു ഭൂവിന്യാസമായിരിക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇന്നേ വരെ കണ്ടു പരിചയമില്ലാത്ത മരങ്ങളും ചെടികളും വള്ളികളും പക്ഷികളും മൃഗങ്ങളും, തീർത്തും അത് ഒരു ഏലിയൻ വേൾഡായിട്ട് തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഇത് ഞാൻ വെറുതെ പൊലിപ്പിച്ചു പറയുന്ന ഒരു കാര്യമൊന്നുമല്ല. സയൻസ് ഫിക്ഷൻ സിനിമകൾ നിർമ്മിക്കാനായി വിചിത്രമായിട്ടുള്ള മരങ്ങളുടെ രൂപങ്ങൾ ഇൻസ്പയർ ചെയ്യുന്നത് ആമസോൺ വനങ്ങളിൽ നിന്നാണ്. അതിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് ജെയിംസ് ക്യാമറോണിൻ്റെ അവതാർ സിനിമ. ആ അവതാർ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മനോഹരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഒരു മരമുണ്ട്. അത് VFXയിലൂടെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള മരം തന്നെയാണ്. പക്ഷേ അതിന് ഇൻസ്പിറേഷനായിട്ട് മാറിയത് ആമസോണിൽ വളരുന്ന കൊപ്പാക്ക് എന്ന അതിമനോഹരമായിട്ടുള്ള ഒരു മരമാണ്. ഈ മരം വെറും ഒരു ഉദാഹരണം മാത്രമാണ്. പാതിരാത്രിയിൽ പോയാൽ പോലും നിങ്ങൾക്ക് ഒരുപക്ഷെ കൂരിരുട്ടിനും അപ്പുറമായിട്ട് ചില കാഴ്ചകൾ, വർണ്ണക്കാഴ്ചകൾ കാണാൻ സാധിച്ചു എന്ന് വരാം. രാത്രികാലങ്ങളിൽ പ്രകാശം സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ബയോ ലൂമിനസൻ്റ് ആയിട്ടുള്ള ചില കൂണുകളും ഫംഗസുകളും അവിടെയുണ്ട്. ആ കാഴ്ച അതിമനോഹരവുമാണ്. ആമസോൺ വനം ഒരു ചെറിയ പ്രദേശത്തൊന്നുമല്ല സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഓസ്ട്രേലിയ എന്ന ഭൂഖണ്ഡത്തിൻ്റെ അടുത്തുള്ള വലിപ്പം ഈ ഒരു വനത്തിനുണ്ട്. സൗത്ത് അമേരിക്കയിൽ 9 രാജ്യങ്ങളിലായിട്ടാണ് നീണ്ടു നിവർന്ന് ഈ വനം കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വിചിത്രമായിട്ടുള്ള ഒരു വനം അവിടെ ഉണ്ടായത്? ഭൂമിയിലുള്ള മറ്റ് പ്രദേശങ്ങളിലൊന്നും കാണാൻ സാധിക്കാത്ത കാഴ്ച ഈ പ്രദേശത്ത് മാത്രം കാണാനുള്ള കാരണം എന്താണ്? അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള റീസണുണ്ട്. ആ റീസൺ ശരിക്കും ഉരുത്തിരിയുന്നത് ഏതാണ്ട് 15 കോടി വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് ഭൂമിയിൽ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഭൂഖണ്ഡങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവയുടെ സ്ഥാനത്ത് 2 വലിയ സൂപ്പർ കോണ്ടിനെൻറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഗോണ്ട്വാനയും മറ്റൊന്ന് ലൗറീഷ്യയും. പിന്നീട് വർഷങ്ങൾ കൊണ്ട് ഈ സൂപ്പർ കോണ്ടിനെൻറ്റ്സ് പല ചെറു കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു മാറി. ഗോണ്ട്വാന മുറിഞ്ഞു മാറിയാണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് പ്ലേറ്റ് ഉണ്ടാകുന്നത്. ആ സബ് കോണ്ടിനെൻറ്റ് പ്ലേറ്റ് പിന്നീട് വർഷങ്ങൾ കൊണ്ട് ഏഷ്യയുടെ ഭാഗത്ത് കൂട്ടിമുട്ടുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഹിമാലയൻ പർവ്വതമുണ്ടായത്. ഇതേപോലെ തന്നെ സൗത്ത് അമേരിക്കൻ പ്ലേറ്റും മറ്റൊരു ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കുകയുണ്ടായി. അത് സഞ്ചരിച്ചത് ഇന്നത്തെ പസഫിക് സമുദ്രം അല്ലെങ്കിൽ ശാന്ത സമുദ്രത്തിൻ്റെ ഭാഗത്തേക്കായിരുന്നു. അവിടെ നാസ്ക പ്ലേറ്റ് എന്ന് പറയുന്ന മറ്റൊരു പ്ലേറ്റ് ഉണ്ട്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് പ്ലേറ്റ് പോയി ഇടിച്ചതുപോലെ സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റും ഈ നാസ്ക പ്ലേറ്റുമായിട്ട് കൂട്ടിയിടിക്കുകയും സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ആൻഡീസ് പർവ്വത നിരകൾ ഉണ്ടാവുകയും ചെയ്തു. അതിനു മുമ്പ് അവിടെ അങ്ങനെയുള്ള പർവ്വതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കിഴക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും ഒഴുകി വരുന്ന നദികൾ നേരെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ശാന്ത സമുദ്രത്തിൽ വന്ന് പതിക്കുന്നതായിരുന്നു പതിവ്. പക്ഷേ പതിവ് അന്നു മുതൽ അവിടെ തെറ്റാൻ തുടങ്ങി. ആ ഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയിൽ തന്നെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. കാരണം നദിക്ക് ഒഴുകി ഇപ്പോൾ പസഫിക് സമുദ്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അവിടെ വലിയ ആൻഡീസ് പർവ്വത നിരകളാണ് ഉള്ളത്. അങ്ങനെ ഒഴുകിപ്പോകാൻ സാധിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? തീർച്ചയായിട്ടും ഈ ഒഴുകി വരുന്ന ജലം അവിടെ കെട്ടിക്കിടന്ന് വർഷങ്ങൾ കൊണ്ട് വലിയ ഒരു തടാകമായിട്ട് മാറുന്നതാണ്. വലിയ തടാകമെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനേക്കാൾ വലിയ തടാകമായിട്ടാണ് മാറിയത്. ഇന്നത്തെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ആ വലിയ ഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം അടുത്തുള്ള വലിപ്പത്തിലെ തടാകമായിട്ട് അവ പരിണമിച്ചു. പ്രകൃതി സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഒരു പടുകൂറ്റൻ ഡാം അല്ലെങ്കിൽ അണക്കെട്ട്. അവിടേക്ക് വീണ്ടും വീണ്ടും ജലം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായിട്ടുള്ള മഴയാണ് ആ കാലഘട്ടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തുടർച്ചയായിട്ട് വെള്ളം വന്ന് നിറയുകയാണെങ്കിൽ അണക്കെട്ട് തകരുമല്ലോ, ഡാം തകർന്ന് ജലം വെളിയിലേക്ക് കുത്തി ഒലിക്കുമല്ലോ. പക്ഷേ ആൻഡീസ് പർവ്വത നിരകൾ വളരെ വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അവയെ പൊളിക്കാനുള്ള ഒരു ബലം ഈ ജലത്തിനും ഈ തടാകത്തിനും ഉണ്ടായിരുന്നില്ല.
പക്ഷേ മറുഭാഗത്തോ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗത്തും മലനിരകൾ ഉണ്ടായിരുന്നു, എന്നാൽ ആൻഡീസ് പർവ്വതനിരകൾ പോലെ അത്ര ശക്തമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ ഭാഗത്തെ പല മലനിരകളും തകരാനും ഈ ജലം വലിയ ശക്തിയോടുകൂടി തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പതിക്കാനും തുടങ്ങി. ഒരൊറ്റ പാത്തിലൂടെയല്ല ജലം ഒഴുകിപ്പോയത്. പല ഭാഗങ്ങളിലുമുള്ള മലകൾ തകർന്നടിയുകയും അതുവഴിയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പാത്തിലൂടെ ജലം ഒഴുകി പോവുകയും ചെയ്തു. അതിലെ പ്രധാനപ്പെട്ട പാത്ത്, ആ പാത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും നീളമേറിയിട്ടുള്ള രണ്ടാമത്തെ നദിയായ ആമസോൺ നദി. ഏറ്റവും വലിയ നദി അത് ആഫ്രിക്കയിലൂടെ ഒഴുകിപ്പോകുന്ന നൈൽ നദിയാണ്. എന്നാൽ ആമസോൺ നദിക്ക് മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. ഒരു സെക്കൻഡിൽ ഏറ്റവും കൂടുതൽ ജലത്തെ വഹിച്ചു കൊണ്ടുപോകുന്ന നദി അത് ആമസോൺ നദിയാണ്. ഒരു സെക്കൻഡിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വന്ന് പതിക്കുന്ന ആമസോൺ നദിയിലെ ജലത്തിൻ്റെ അളവെന്ന് പറയുന്നത് 20 കോടി ലിറ്ററാണ്. നമ്മൾ ഈ പറയുന്ന ഓരോ സെക്കൻഡിലും അവിടെ ഇത്രയധികം ജലം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ നദിക്ക് 1000ഓളം വരുന്ന ഉപനദികളുമുണ്ട്. അവിടെ കെട്ടിക്കിടന്നിരുന്ന ജലമെല്ലാം അവിടെ നിന്നും ഒഴുകി മാറുമ്പോൾ അവിടെ വളരെ വളക്കൂറുള്ള മണ്ണായിട്ട് അവശേഷിച്ചു. ആ മണ്ണിൽ പിന്നീട് വർഷങ്ങൾ കൊണ്ട് ഒരുപാട് സസ്യങ്ങൾ മത്സരിച്ച് വളരാൻ തുടങ്ങി. ചെറിയ സസ്യങ്ങൾ മാത്രമല്ല, പടുകൂറ്റൻ വൃക്ഷങ്ങൾ പോലും അവിടെ ഉണ്ടായി. വർഷങ്ങൾ കൊണ്ട് ഈ മരങ്ങൾക്കും സസ്യങ്ങൾക്കുമൊക്കെ പരിണാമം സംഭവിച്ച് കുറേ കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള മരങ്ങളും ചെടികളുമായിട്ട് അവ മാറി. ഉണ്ടാകുന്ന ഫലങ്ങൾ കൈക്കലാക്കാനായിട്ട് ചില പ്രാണികളും കുറച്ചുകൂടെ വലിപ്പമുള്ള ജീവികളും പക്ഷികളും അവിടെ ഒഴുകുന്ന ചെറിയ നദികളിലൂടെയും വലിയ നദികളിലൂടെയും ഒക്കെ പിരാന പോലെയുള്ള മാരകമായിട്ടുള്ളതും രുചികരമായിട്ടുള്ളതുമായിട്ടുള്ള നിരവധി മത്സ്യങ്ങൾ അവിടെ ഉണ്ടായി വന്നു. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇന്നേ വരെ 467 മാമൽസ് അല്ലെങ്കിൽ സസ്തനികളെ നമ്മൾ അവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. 3000-ൽ അധികം വരുന്ന സ്പീഷീസിൽപ്പെട്ട മത്സ്യങ്ങളുണ്ട്. 25 ലക്ഷത്തിൽ അധികം വരുന്ന ചെറിയ പ്രാണികളുണ്ട്. അങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള നിരവധി ജീവജാലങ്ങൾ. ഇതൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ജീവജാലങ്ങൾ അല്ലെങ്കിൽ സ്പീഷീസുകൾ മാത്രമാണ്. ഒരുപക്ഷെ നമ്മൾ ഇനിയും കണ്ടെത്താനുള്ളത് ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയായിരിക്കാം. ഇപ്രകാരം ജീവജാലങ്ങൾ അവിടെ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ അവയോടൊപ്പം തന്നെ അവിടെ എത്തിച്ചേർന്ന അതിശക്തനായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള മറ്റൊരു ജീവിയും ഉണ്ടായിരുന്നു. അത് മനുഷ്യനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ആമസോൺ വനത്തിൽ വ്യത്യസ്തരായിട്ടുള്ള നിരവധി മനുഷ്യരുണ്ടെന്ന് പുറം ലോകത്തിന് അല്ലെങ്കിൽ പുറം ലോകത്തുള്ള മനുഷ്യർക്ക് അറിയില്ലായിരുന്നു. ആദ്യമായിട്ട് ഈ ആമസോണിൽ എക്സ്പെഡീഷൻസ് നടത്തിയതിലൂടെയാണ് പലരും ആ വാസ്തവം തിരിച്ചറിഞ്ഞത്. പലർക്കും അവരുടെ അമ്പുകളേറ്റ് മരണമടയേണ്ടി വന്നിട്ടുണ്ട്. ചിലരൊക്കെ സൗഹൃദപരമായിട്ട് നമ്മളോട് ഇടപഴകുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുമാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ആമസോൺ എക്സ്പെഡീഷൻ പുസ്തകങ്ങളിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആ പുസ്തകങ്ങൾ പരാമർശിച്ചിരിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ അന്നത്തെ രീതിയിൽ തന്നെയല്ല ഇപ്പോൾ മറ്റ് മനുഷ്യരുമായിട്ട് സംവദിക്കുന്നത്. ഇതുവരെ നമ്മൾ 500ഓളം വരുന്ന വ്യത്യസ്തമായിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പുകളെ ആമസോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ട്രൈബൽസും പുറം ലോകവുമായിട്ട് ബന്ധമുണ്ടാക്കുന്നതിൽ കേമന്മാർ തന്നെയാണ്. അന്നത്തെ സാഹചര്യത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആധുനിക മനുഷ്യന് പിടിതരാതെ അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യവുമായിട്ട് കഴിഞ്ഞു പോകുന്ന ട്രൈബൽസ് വേറെയുമുണ്ട്. 500ഓളം ട്രൈബൽസ് എന്ന് പറയുമ്പോൾ അതും നമ്മൾ കണ്ടെത്തിയിട്ടുള്ള 500ഓളം ട്രൈബൽസ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കണ്ടെത്താത്ത ട്രൈബൽസ് ഒരുപക്ഷെ വേറെയും ഉണ്ടായിരിക്കാം. ആമസോണിലെ ട്രൈബൽസിനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. ലാനോസ് ഡെ മാക്സോസ് എന്ന് പറയുന്ന ആമസോണിലെ ഒരു വലിയ പ്രദേശം. ഒരു 3-4 മാസമൊക്കെ തുടർച്ചയായിട്ട് അവിടെ എല്ലാ വർഷവും മഴ പെയ്യും. അതിനെ തുടർന്ന് അത് ഭാഗികമായിട്ട് ജലത്താൽ മൂടപ്പെടുന്നതാണ്. അങ്ങനെ ജലത്താൽ മൂടപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ മുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന ചില മൊട്ടക്കുന്നുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് സ്വാഭാവികമായിട്ട് ഉണ്ടായി വന്ന മൊട്ടക്കുന്നുകളാണെന്നാണ് നമ്മൾ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് ഒരു കൂട്ടം ഗവേഷകർ അവിടുത്തെ മണ്ണെടുത്ത് പരിശോധിച്ചപ്പോഴാണ് വിചിത്രമായിട്ടുള്ള ഒരു സ്വഭാവം നമുക്ക് മനസ്സിലായത്. സാധാരണഗതിയിലുള്ള ഒരു മൊട്ടക്കുന്നേ അല്ല അത്. അവിടെ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് ഷെല്ലുകളാണ്.
ഷെല്ലുകളുണ്ട്, അതുപോലെ മീൻ മുള്ളുകൾ ധാരാളമായിട്ടുണ്ട്, പല മൃഗങ്ങളുടെയും അസ്ഥികൾ അവിടെയുണ്ട്. ഒരു കൂന പോലെ അതങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന കൂനയുടെ മുകളിലായിട്ട് പിന്നെ വർഷങ്ങൾ കൊണ്ട് ഒരുപാട് മരങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ആ കാണുന്ന മരങ്ങളും ഈ കൂനയും ഒക്കെയാണ് ഒരു വലിയ കുന്നായിട്ട് നമുക്ക് തോന്നുന്നത്. എങ്ങനെയാണ് അവിടെ ഈ മീൻമുള്ളും അതുപോലെ മൃഗങ്ങളുടെ അസ്ഥിയുമൊക്കെ ഒരു കൂന പോലെ വരുന്നത്? പ്രകൃതിദത്തമായിട്ട് വരികയാണെങ്കിൽ അത് എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ തന്നെ വരേണ്ടതാണ്. അതിൻ്റെ അർത്ഥം ആരോ മനഃപൂർവ്വം അതൊക്കെ അവിടെ അടുക്കി വെച്ചു എന്നാണ്. ആരാണ് അങ്ങനെ അടുക്കി വയ്ക്കുക? മനുഷ്യർക്കല്ലാതെ അങ്ങനെ അടുക്കി വയ്ക്കാൻ വേറെ ആർക്കാണ് സാധിക്കുക? വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴോ എന്തോ കാരണത്താൽ അങ്ങനെ അടുക്കി വെച്ചുണ്ടാക്കിയിട്ടുള്ള മൊട്ടക്കുന്നുകളാണ് ഇപ്പോൾ വെള്ളം കയറുമ്പോൾ മുങ്ങാതെ നിൽക്കുന്നത്. പക്ഷേ അവിടെ മനുഷ്യവാസമില്ല. അവിടെ ഉണ്ടായിരുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മനുഷ്യർ അവിടെ നിന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മറ്റ് വനങ്ങളുടെ ഭാഗത്തേക്ക് കുടിയേറിയിട്ടുണ്ടാവാം. മിക്കവാറും അവിടെ തുടർച്ചയായിട്ടുണ്ടാകുന്ന പ്രളയം തന്നെയായിരിക്കും വില്ലനായിട്ട് മാറിയത്. ഒരുപക്ഷെ ആ പ്രളയത്തിൽ നിന്നും അഭയം തേടാൻ വേണ്ടി അവർ ഉണ്ടാക്കിയെടുത്ത ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കുന്നുമായിരിക്കാം. പക്ഷേ ഒരൊറ്റ തലമുറയ്ക്ക്, ആ കാലഘട്ടത്തിലെ ഒറ്റ തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു കുന്ന് സൃഷ്ടിക്കാൻ സാധിക്കുന്നതല്ല. ഒരുപാട് തലമുറകൾ കൊണ്ട്, ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മാത്രമേ അങ്ങനെയൊരു കുന്ന് അവിടെ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ സ്വാഭാവികമായിട്ടും തോന്നാവുന്ന ഒരു സംശയമുണ്ട്. എങ്ങനെയാണ് ഈ ഗോത്ര മനുഷ്യരൊക്കെ ആമസോൺ വനത്തിൽ എത്തിച്ചേർന്നത്? ഏതാണ്ട് 15 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഗോണ്ട്വാന ലാൻഡ് അത് പല കഷ്ണങ്ങളായിട്ട് തെന്നി മാറിയ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് സൗത്ത് അമേരിക്ക ഈ ഒരു കിഴക്കൻ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തിച്ചേർന്ന സൗത്ത് അമേരിക്കയിൽ ആഫ്രിക്കയിൽ നിന്നും ഉണ്ടായ മനുഷ്യകുലം എങ്ങനെയാണ് എത്തിച്ചേർന്നത്? 15 കോടി വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരുണ്ടായിരുന്നില്ല. ആധുനിക മനുഷ്യൻ അല്ലെങ്കിൽ ഹോമോ സാപ്പിയൻസ് ഉണ്ടായിട്ട് ഏകദേശം ഒരു 2-3 ലക്ഷം വർഷം മാത്രമേ ആകുന്നുള്ളൂ. അതിനു മുമ്പുള്ള ഹോമോ ഇറക്റ്റസ് എടുത്താലും അതിന് ഒരു 15 ലക്ഷം വർഷത്തിനും അപ്പുറത്തേക്കുള്ള ഒരു കാലഘട്ടമില്ല. പിന്നെ എങ്ങനെ ഈ മനുഷ്യർ ഇവിടെ എത്തിച്ചേർന്നു? അതിൻ്റെ ഉത്തരം മൈഗ്രേഷനാണ്. പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ സീ ലെവൽ ആയിരുന്നില്ല വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സീ ലെവൽ. ഇന്നത്തെ പോലുള്ള ഒരു ആഗോള താപനില ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ആഗോള താപനിലയുണ്ട്, ആ താപനില താരതമ്യേന വളരെ കുറഞ്ഞ ഒരു താപനിലയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്റാർട്ടിക്കയിലും അർട്ടിക്കിലും ധാരാളമായിട്ട് മഞ്ഞുണ്ടായിരുന്നു. ആ മഞ്ഞ് കട്ടയുടെ രൂപത്തിൽ തന്നെയാണ് നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ കട്ട ഉരുകി ജലമായിട്ട് മാറി. അതിനെ തുടർന്നാണ് ഇവിടുത്തെ സീ ലെവൽ ഉയർന്നിരിക്കുന്നത്. അമേരിക്കയുടെയും റഷ്യയുടെയും മാപ്പ് പരിശോധിക്കുകയാണെങ്കിൽ അത് രണ്ടിൻ്റെയും ഇടയിൽ നമുക്ക് ഒരു ചെറിയ നേർത്ത കടലിടുക്ക് കാണാൻ സാധിക്കും. ബെറിങ് സ്ട്രീറ്റ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. എന്നാൽ കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അങ്ങനൊരു ബെറിങ് സ്ട്രീറ്റ് ഉണ്ടായിരുന്നില്ല. ആ രണ്ട് കരകളെയും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഒരു നേർത്ത ലാൻഡ് മാസ് ഉണ്ടായിരുന്നു. ആഫ്രിക്കയിൽ നിന്നും പല ഭാഗങ്ങളിലേക്ക് കുടിയേറിയ മനുഷ്യർ റഷ്യയിലും ഇന്നത്തെ റഷ്യയുടെ ഭൂഭാഗത്തും എത്തിച്ചേർന്നു. ആ റഷ്യയിലെ ബെറിങ് സ്ട്രീറ്റിന് പകരം ഉണ്ടായിരുന്ന ലാൻഡ് മാസിലൂടെ കടന്നാണ് അവർ നോർത്ത് അമേരിക്കയിലേക്ക് എത്തിച്ചേർന്നത്. അതിനുശേഷം നോർത്ത് അമേരിക്കയിൽ നിന്നുമാണ് അവർ സൗത്ത് അമേരിക്കയിലേക്കും ആമസോൺ വനങ്ങളിലേക്കും എത്തിച്ചേർന്നത്. മറ്റ് ഭൂഭാഗങ്ങൾ ഉണ്ടായിരുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള മനുഷ്യർ ശാസ്ത്രീയമായിട്ടും സാങ്കേതികപരമായിട്ടും വികസിപ്പിച്ചപ്പോൾ ആമസോണിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ആ മനുഷ്യകുലം അവരുടെ പ്രാകൃതമായിട്ടുള്ള രീതിയിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. ആ പ്രാചീന മനുഷ്യരുടെ കൊടുങ്കാട്ടിലേക്ക് നിങ്ങൾ എത്തപ്പെട്ടു എന്ന് കരുതുക. ആ സമയത്ത് അവിടെ അതിശക്തമായിട്ടുള്ള ഒരു മഴ പെയ്തു തുടങ്ങുന്നുമുണ്ട്. എന്നാൽ ആ മഴത്തുള്ളി ആദ്യം നിങ്ങളുടെ ദേഹത്ത് സ്പർശിക്കുന്നത് മഴ പെയ്തു തുടങ്ങി 10 മിനിറ്റുകൾക്ക് ശേഷം മാത്രമാണ്. കാരണം അത്രയും തിക്കായിട്ടുള്ള വനമായതുകൊണ്ട് പല ഇലകളിലൂടെ പതിച്ച് മഴവെള്ളം നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരാൻ അത്രയും സമയമെടുക്കും. ആ വനത്തെ നിങ്ങൾ നിലത്തു നിന്നും നേരെ മുകളിലേക്ക് ഒന്ന് നോക്കിക്കാണുക. വനം പല പല ലെയറുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഏതെങ്കിലും ഒരു മനുഷ്യൻ മനഃപൂർവ്വം ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഡിവൈഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു വലിയ യുദ്ധം നമുക്ക് കാണാം. അവിടെയുള്ള ഓരോ ചെടികളും ഓരോ മരങ്ങളും ഓരോ വള്ളികളും പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ പതിയെ
വളരെ സമാധാനപൂർവ്വമുള്ള ഒരു മത്സരം. 5 ലെയറുകളായിട്ട് തരംതിരിച്ചിരിക്കുന്ന ഈ വനത്തിൻ്റെ നിങ്ങളുടെ കാല് സ്പർശിച്ചിരിക്കുന്ന ഭാഗം ഒരു ലെയറാണ്. ആ ലെയറിൻ്റെ പേരാണ് ഫ്ലോർ ലെയർ. അവിടെ ഒരുപാട് ഫംഗസുകളുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്ന അതിമനോഹരമായിട്ടുള്ള മഷ്റൂമുകളുടെ രൂപത്തിലുള്ള ഫംഗസുകളുണ്ട്. രാത്രികാലങ്ങൾ അവ പ്രകാശിക്കുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനു പുറമെ ഒരുപാട് ചെറു പ്രാണികളും പുഴുക്കളുമുണ്ട്. ഭൂമിയിൽ മറ്റെവിടെയും കാണാൻ സാധിക്കാത്ത വിചിത്രമായിട്ടുള്ള പ്രാണികൾ. മണ്ണിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വേരുകളും പുൽക്കൊടികളും നിങ്ങൾക്ക് കാണാം. അവിടെ നിന്നും അല്പം മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കുന്നത് ഷർഡ് ലെയർ എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു ലെയറാണ്. ആ ലെയറിൽ ഒരുപാട് കുറ്റിച്ചെടികളുണ്ട്. ആ കുറ്റിച്ചെടികളിൽ പലതിൻ്റെയും ഉയരം 20 അടി വരെ എത്തിച്ചേരുന്നതാണ്. ഈ ലെയർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിഷവുമായിട്ട് നടക്കുന്ന ഒരുപാട് ജീവജാലങ്ങളും സസ്യങ്ങളും ഇവിടെ ഉണ്ട്. അതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ് പോയിസൺ ഡാർട്ട് ഫ്രോഗുകൾ. രസകരമായിട്ടുള്ള ഗ്ലാസ് ഫ്രോഗുകളും ഇവിടെ ഉണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവയുടെ ത്വക്ക് ശരിക്കും ഗ്ലാസ് ആണ്. ആ ത്വക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സ്റേയുടെയും സഹായമില്ലാതെ അവയുടെ ആന്തരിക അവയവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രദേശത്ത് ഇടയ്ക്കിടെ പമ്മി നടക്കുകയും ഓടി മാറുകയും മറ്റ് ജീവജാലങ്ങളെ കീഴടക്കി ഭക്ഷിക്കുകയും ചെയ്യുന്ന ജാഗ്വാറുകളെ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ സാധിക്കും. നിരവധി വ്യത്യസ്തമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഓർക്കിഡുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1-2 സ്പീഷീസ് അല്ല, ആയിരക്കണക്കിന് സ്പീഷീസുകളാണ് അവിടെ ഉള്ളത്. കുരങ്ങന്മാരെ നമ്മൾ നമ്മുടെ കേരളത്തിൽ തന്നെ കാണാറുണ്ട്. പക്ഷേ നമുക്ക് മറ്റെവിടെയും കാണാൻ സാധിക്കാത്ത വിചിത്രമായിട്ടുള്ള ചില കുരങ്ങന്മാർ ഇവിടെ ഉണ്ട്. സ്പൈഡർ മങ്കി അത്തരത്തിലുള്ള ഒരു കുരങ്ങാണ്. ഓർക്കിഡിന് പുറമെ വളരെയധികം വലിപ്പമേറിയിട്ടുള്ള പുഷ്പങ്ങളെയും നിങ്ങൾക്കിവിടെ കാണാം. അത്തരത്തിലുള്ള ഒരു പുഷ്പമാണ് ഹെലിക്കോണിയ. ഈ ലെയറിന് തൊട്ട് മുകളിലായിട്ടുള്ള ലെയർ വളരെയധികം ശാന്തമായിട്ടുള്ളൊരു ലെയറാണ്. അവിടെ നിങ്ങൾക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ കാണാൻ സാധിക്കുകയില്ല. അണ്ടർ സ്റ്റോറി ലെയർ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അവിടെ മറ്റ് വലിയ മരങ്ങളുടെ തടിഭാഗമാണ് കാണാൻ കഴിയുക. എന്നാൽ ഏകദേശം അത്രയും മാത്രം ഉയരം എത്തിയിട്ടുള്ള ചെറിയ ചില മരങ്ങളെയും കാണാൻ സാധിക്കും. ആ മരങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം കാര്യമായിട്ടുള്ള സൂര്യപ്രകാശമൊന്നും ഈ മേഖലകളിൽ കിട്ടുന്നില്ല. ഈ മേഖലയിൽ നിന്നല്ല, വളരെ താഴേക്ക് പോകുമ്പോൾ പോലും നമുക്ക് കാര്യമായിട്ട് സൂര്യപ്രകാശം ലഭ്യമാകുന്നില്ല. എന്ന് കരുതി നട്ടുച്ചയ്ക്ക് കൂരിരുട്ടാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അത്യാവശ്യം വെളിച്ചമൊക്കെ അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ കാര്യമായിട്ടുള്ള സൂര്യപ്രകാശം ലഭ്യമാകുന്നില്ല എന്ന് മാത്രം. ഈ ലെയറിന് തൊട്ട് മുകളിലുള്ളത് എല്ലായ്പ്പോഴും ബഹളമുണ്ടാക്കുന്ന കുറേയധികം ജീവജാലങ്ങളുടെ കനോപ്പി ലെയറാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മരങ്ങളുടെ മുകൾ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ക്രൗൺ ഏരിയ ഉണ്ടായിരിക്കുക. അതിനും മുകളിലേക്ക് മരങ്ങൾ വളരുന്നുണ്ട്. പക്ഷേ ഈ ഏരിയയ്ക്ക് വളരെ പ്രത്യേകതയുണ്ട്. ഇവിടെ വളരെ തിക്കായിട്ടുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെയുള്ള ജീവജാലങ്ങൾക്ക് പലപ്പോഴും ദൂരെയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ അവരുടെ തന്നെ സ്പീഷീസിൽപ്പെട്ടിട്ടുള്ള മറ്റ് ജീവജാലങ്ങളുമായിട്ട് സംസാരിക്കുന്നത് വലിയ രീതിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടാണ്. മുകളിൽ നിന്ന് ആമസോൺ വനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കനോപ്പി ലെയർ കാണാൻ സാധിക്കും. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അവിടെയുള്ള മരങ്ങളെല്ലാം പരസ്പരം കൂട്ടിമുട്ടി നിൽക്കുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ അടിയിലുള്ള മറ്റ് ലെയറുകളൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ശരിക്കുമുള്ള വാസ്തവം എന്ന് പറയുന്നത് കനോപ്പി ലെയറിലുള്ള മരങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്നില്ല എന്നതാണ്. ആ മരങ്ങൾക്ക് ഇടയിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഉണ്ടാക്കുന്ന അവയുടെ പ്രത്യേകതയ്ക്ക് പറയുന്ന പേരാണ് ക്രൗൺ ഷൈനസ്. മരങ്ങൾക്കിടയിൽ ഇങ്ങനെയൊരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ സാധാരണ ജീവികൾക്ക് പെട്ടെന്ന് ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ചാടിപ്പോകാൻ സാധിക്കുന്നതല്ല. പറക്കാൻ സാധിക്കുന്ന നിരവധി പക്ഷികൾ ഈ മേഖലകളിലുണ്ട്. അതിനു പുറമെ ചില കുരങ്ങന്മാരുണ്ട്. അതുപോലെ വളരെ മന്ദമായിട്ട് മാത്രം സഞ്ചരിക്കുന്ന സ്ലോത്തുകളുടെ നിരവധി സ്പീഷീസുകൾ ഈ മേഖലയിലുണ്ട്. പറക്കുന്ന പോലെ ചാടിപ്പോകുന്ന ചില ഗ്ലൈഡർ ജീവികളുമുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഗ്ലൈഡർ വിമാനമെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എൻജിൻ ഇല്ലാതെ തന്നെ പറക്കുന്ന പ്രത്യേക തരത്തിലുള്ള വിമാനങ്ങളാണ്. നിങ്ങൾ ടി വികളിലൊക്കെ അത്തരത്തിലുള്ള വിമാനത്തിൽ സഞ്ചരിക്കുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ജീവിയാണിത്. ഈ ജീവിക്ക് ശരിക്കും ചിറകൊന്നുമില്ല, അത് പറക്കുന്നുമില്ല. പക്ഷേ അതിൻ്റെ ആ ഗ്ലൈഡർ സംവിധാനം കാരണം അത് ചാടുമ്പോൾ കുറച്ചുകൂടി ദൂരത്തേക്ക് ചാടാൻ സാധിക്കും.
അത് ആ ഗ്ലൈഡർ സംവിധാനത്താൽ അല്പമൊന്ന് പറന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല. കനോപ്പിയിലുള്ള മരങ്ങളെ പരാജയപ്പെടുത്തി അവയേക്കാൾ മുകളിലേക്ക് ഉയർന്നു പോകുന്ന അല്ലെങ്കിൽ വളർന്നു പോകുന്ന മരങ്ങളുണ്ട്. ആ മരങ്ങൾ വരുന്നത് മറ്റൊരു ലെയറിലാണ്. അതാണ് ഏറ്റവും മുകളിലുള്ള ലെയർ. അതുകൊണ്ട് തന്നെ അത് ഓവർ സ്റ്റോറി ലെയർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിനു പുറമെ എമേർജിംഗ് ലെയർ എന്ന ഒരു പേരും അതിനുണ്ട്. ഇവിടെയുള്ള മരങ്ങൾ ഒരുപാട് അകലത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം എല്ലാ മരങ്ങൾക്കും ഈ ഒരു ഉയരത്തിലേക്ക് വളർന്ന് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. ഇവിടെയുള്ള എല്ലാ മരങ്ങൾക്കും 100 മീറ്ററിലധികം നീളമുണ്ട്. ഒരു മരത്തിൽ നിന്നും അതുകൊണ്ട് ഉറപ്പായിട്ടും മറ്റൊരു മരത്തിലേക്ക് ചാടിപ്പോകാനൊന്നും ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് സാധിക്കില്ല. ഇവിടെയുള്ള ജീവജാലങ്ങൾ അതുകൊണ്ട് ഏതാണ്ട് പൂർണ്ണമായിട്ടും പക്ഷികൾ തന്നെയായിരിക്കും. സാധാരണഗതിയിലുള്ള ചെറിയ പക്ഷികളല്ല, വലിപ്പമേറിയിട്ടുള്ള പരുന്ത് പോലെയുള്ള അല്ലെങ്കിൽ പരുന്തിൻ്റെ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസുകളാണ്. പരുന്തിൻ്റെ സ്പീഷീസുകൾ മാത്രമല്ല, വേറെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഭീകരമായ വലിപ്പമുള്ള ഒരുപാട് പക്ഷികൾ ഈ ഭാഗത്തുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ബാറ്റുകളുടെ സ്പീഷീസ് അല്ലെങ്കിൽ വവ്വാലുകളുടെ സ്പീഷീസും ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു എന്ന് പറയുന്നത് കനോപ്പി ലെയറിലുള്ള പുഴുക്കളും മറ്റ് ചില ജീവികളുമാണ്. എന്നാൽ വളരെ വലിപ്പമേറിയിട്ടുള്ള പരുന്തിൻ്റെ സ്പീഷീസിൽപ്പെട്ടിട്ടുള്ള ജീവജാലങ്ങൾ താഴെ കനോപ്പി ലെയറിലുള്ള ചില മൃഗങ്ങളെ പോലും വേട്ടയാടി തിന്നാറുണ്ട്. കുരങ്ങന്മാരാണ് പ്രധാനമായിട്ടും ഇവയ്ക്ക് ഇരയായിട്ട് മാറുന്നത്. നമ്മുടെ നാട്ടിൽ ചില കടകളിലൊക്കെ ലഭ്യമാകുന്ന വളരെ രുചികരമായ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബ്രസീൽ നട്ട്സ് ഉണ്ടല്ലോ. ഈ ബ്രസീൽ നട്ട്സ് ഉണ്ടാകുന്ന ബ്രസീൽ നട്ട് ട്രീസ് അത് കനോപ്പി ലെയറിന് മുകളിലുള്ള എമേർജിംഗ് ലെയറിൻ്റെ ഭാഗമായിട്ടുള്ള മരമാണ്. അവിടെയുള്ള മരങ്ങളിൽ മിക്ക മരങ്ങളും ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മരങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ അവയിൽ കാര്യമായിട്ട് ഉണ്ടാവാറില്ല. പിന്നെ അത്യാവശ്യത്തിന് സൂര്യപ്രകാശം അവയ്ക്ക് ലഭ്യമാകുന്നുമുണ്ട്. അവയ്ക്ക് ലഭ്യമാകുന്നതിനേക്കാൾ കുറച്ച് സൂര്യപ്രകാശം മാത്രമായിരിക്കും കനോപ്പി ലെയറിനും അതിന് താഴെയുള്ള ലെയറിലുള്ള മരങ്ങൾക്കും ലഭ്യമാവുക. അവതാർ സിനിമയിൽ കാണിക്കുന്ന കപ്പോക്ക് മരങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ആ മരങ്ങളും ഈ എമേർജിംഗ് ലെയറിൻ്റെ ഭാഗമാണ്. എമേർജിംഗ് ലെയറിന് ഒരു ആധിപത്യം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഐസൊലേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് മറ്റുള്ള മരങ്ങളിൽ നിന്നും അകന്നാണ് ഇവയെല്ലാം നിൽക്കുന്നത്. അതേപോലുള്ള നേട്ടം ശരിക്കും പറഞ്ഞാൽ കനോപ്പി ലെയറിനുമുണ്ട്. അത് ഞാൻ ഇടയ്ക്കൊന്ന് പരാമർശിച്ചതാണ്. ക്രൗൺ ഷൈനസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്യാപ്പുകൾ. ആ ഗ്യാപ്പുകൾ കാരണം ഈ കനോപ്പി ലെയറുള്ള മരങ്ങൾക്ക് നേട്ടമുണ്ടാവാറുണ്ട്. കാരണം പകർച്ചവ്യാധികൾ പെട്ടെന്ന് പിടിപെടുകയില്ല. മാത്രമല്ല ഒരേ സ്പീഷീസിലുള്ള മരങ്ങൾ അടുത്തടുത്ത് ഉണ്ടായിരിക്കുന്നതല്ല, അവ തമ്മിൽ നല്ല ദൂരമുണ്ടായിരിക്കും. അത് പ്രത്യേകം പ്ലാൻ ചെയ്ത് അങ്ങനെ വളരുന്നതൊന്നുമല്ല. ചേർന്ന് നിന്നിരുന്ന മരങ്ങളുണ്ടായിരുന്നു, പക്ഷേ അവയ്ക്ക് പിന്നീട് നിലനിൽക്കാൻ സാധ്യമായില്ല. കാരണം ഒരു പകർച്ചവ്യാധി ഒരു മരത്തിനുണ്ടായിക്കഴിഞ്ഞാൽ മറ്റേ മരത്തിന് അതിവേഗത്തിൽ തന്നെ പകർച്ചവ്യാധി പടരുന്നതാണ്. കനോപ്പി ലെയറിലുള്ള മരങ്ങൾ പ്രത്യുൽപാദനം നടത്തുന്നത് അവരുടെ പഴം കഴിച്ച് ജീവിക്കുന്ന മറ്റ് ചില ജീവികളാണ്. ഈ ജീവികൾ പഴം കഴിച്ച് അല്പം ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആ വിത്ത് കൊണ്ടുപോയി ഇടും. അങ്ങനെയാണ് പുതിയതായിട്ട് അവിടെ പുതിയൊരു കനോപ്പി മരം ഉണ്ടായി വരുന്നത്. കനോപ്പി ലെയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട്, അതായത് എമേർജിംഗ് ലെയറിൻ്റെ ഭാഗത്തായിട്ട് എല്ലായ്പ്പോഴും അതിശക്തമായിട്ടുള്ള കാറ്റായിരിക്കും ഉണ്ടായിരിക്കുക. ആമസോൺ വനത്തിൻ്റെ കനോപ്പി ലെയർ മുതൽ അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളിൽ കാര്യമായിട്ടുള്ള കാറ്റൊന്നും ഉണ്ടായിരിക്കുകയില്ല. കാരണം വളരെ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണല്ലോ. പക്ഷേ മുകളിലുള്ള ഭാഗത്ത് മരങ്ങളുടെ ടോപ്പ് വളരെ കുറച്ച് ഭാഗങ്ങളിലായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ട് അവിടെ വായുവിൻ്റെ പ്രവാഹമുണ്ടാകും. ഈ വായുവിൻ്റെ സഹായത്താലാണ് ആ മുകൾ ഭാഗത്തുള്ള മരങ്ങൾ പ്രത്യുൽപാദനം നടത്തുന്നത്. അവിടെ ഉണ്ടായിരിക്കുന്ന വിത്തുകൾ ഈ ശക്തമായിട്ടുള്ള കാറ്റിൽ അവിടെ നിന്നും തെറിച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയി വീഴുകയും അവിടെ നിന്നും പുതുതായിട്ട് പുതിയ മരങ്ങൾ കിളിച്ച് വരികയും ചെയ്യും. ആമസോൺ വനത്തിലെ മരങ്ങളെല്ലാം പരസ്പരം വലിയ യുദ്ധത്തിലാണ്. വളരെ മന്ദമായി നടക്കുന്ന യുദ്ധം. അവർക്കെല്ലാം ഏറ്റവും ഉയരത്തിൽ എത്തിച്ചേരണം. കാരണം ഈ കനോപ്പി ലെയറിൻ്റെ സാന്നിധ്യം കാരണം സൂര്യപ്രകാശം കാര്യമായിട്ട് അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നില്ല. മരങ്ങൾക്കും സസ്യങ്ങൾക്കും സൂര്യൻ്റെ പ്രകാശം അത്യാവശ്യമാണ്. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരമാണ്. കൂടുതൽ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ അവയ്ക്ക് കൂടുതൽ ഊർജം ഉണ്ടാക്കിയെടുക്കാനും കൂടുതൽ വളരാനും സാധിക്കും. അങ്ങനെ വളരാൻ സാധിക്കാതെ പോകുന്ന ചില മരങ്ങളുണ്ട്. ആ മരങ്ങൾ
ചില വിദ്യകളൊക്കെ പ്രയോഗിക്കും ഏറ്റവും മുകളിലെത്താനായിട്ട്. അത്തരത്തിലുള്ളൊരു വിദ്യയാണ് വള്ളി. അവ ധാരാളമായിട്ട് വള്ളി പടർപ്പുകൾ സൃഷ്ടിക്കും. ആ വള്ളികൾ ഉപയോഗിച്ച് കനോപ്പി ലെയറിൻ്റെ ഭാഗമായിട്ടുള്ള മരങ്ങളിലോ അല്ലെങ്കിൽ എമേർജിംഗ് ലെയറിലെ മരങ്ങളിലോ ചുറ്റും. അത് ചുറ്റി എൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തിച്ചേരുകയും അതിനുശേഷം ചില വള്ളികളൊക്കെ അതിൽ നിന്നും വേർപെട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങും. പിന്നീട് നാളുകൾ കൊണ്ട് അതിൻ്റെ കനം വർദ്ധിക്കുകയും അതിനവിടെ ഒറ്റയ്ക്ക് നിലനിന്ന് പോകാൻ സാധ്യമാവുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞു പോകുന്നത് ഒഴിവാക്കാനായിട്ട് ആ വലിയ മരങ്ങൾ ചില കുറുക്കുവഴികളൊക്കെ ചെയ്യാറുണ്ട്. ഇത് മനഃപൂർവ്വം ചിന്തിച്ച് ചെയ്യുന്നതല്ല. ഇത് പരിണാമത്തിലൂടെ അവന് അത്തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യമാകുന്നതാണ്. അങ്ങനെയുള്ള നേട്ടങ്ങൾ കൈവരിച്ചില്ലെങ്കിൽ ആ മരങ്ങൾ പിന്നെ അവിടെ നിലനിൽക്കുകയില്ലല്ലോ. അതിൻ്റെ ഒരു മാർഗമെന്ന് പറയുന്നത് അതിൻ്റെ തൊലി പൊളിച്ചു കളയുക എന്നതാണ്. ധാരാളമായിട്ട് തൊലി ഉണ്ടായിരിക്കും. ഈ വള്ളികളൊക്കെ ആ തൊലിയിൽ ചുറ്റി മുകളിലേക്ക് ഉയർന്നു പോയി ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും ഈ തൊലിയൊക്കെ അവിടെ നിന്നും പൊട്ടിമാറും. അങ്ങനെ പൊട്ടിമാറുമ്പോൾ അതിൽ ചുറ്റി വരിഞ്ഞുണ്ടായിരുന്ന വള്ളികളും അവിടെ നിന്നും അടർന്ന് നിലം പതിക്കുന്നതാണ്. ചില മരങ്ങളൊക്കെ വളരെ മിനുസമുള്ള പ്രതലമായിരിക്കും അതിൻ്റെ ആ തടിയിൽ സൃഷ്ടിക്കുക. അതുകൊണ്ട് തന്നെ ചുറ്റിപ്പിണഞ്ഞ് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്ന വള്ളികൾക്ക് അത് സാധ്യമാകാതെ വരും. ആമസോൺ വനവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണയുമുണ്ട്. നമ്മൾ ആമസോൺ വനത്തെ ഭൂമിയുടെ ശ്വാസകോശം എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആമസോൺ വനമാണെന്ന് കരുതി പോകുന്ന ആളുകളുമുണ്ട്. എന്നാൽ അത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് മരങ്ങളോ സസ്യങ്ങളോ ചെടികളോ ഒന്നുമല്ല. ഭൂമിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിജൻ്റെ 50% അധികവും ഉൽപ്പാദിപ്പിക്കുന്നത് സമുദ്രത്തിൽ കാണാൻ സാധിക്കുന്ന ഫൈറ്റോ പ്ലാങ്ക്ടൺ പോലുള്ള സൂക്ഷ്മ ജീവികളാണ്. ആമസോൺ വനങ്ങളിലെ സകല സസ്യങ്ങളും മരങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ്റെ അളവെന്ന് പറയുന്നത് ഭൂമിയിലുള്ള ഓക്സിജൻ്റെ വെറും 1% മാത്രമാണ്. 1%-ൽ കൂടുതൽ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് അതിൻ്റെ തന്നെ ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നുമുണ്ട്. കാരണം അവിടെ ഒരുപാട് മൃഗങ്ങളുണ്ടല്ലോ. ആ മൃഗങ്ങൾക്കും ഓക്സിജൻ അത്യാവശ്യമാണ്. പിന്നെ സസ്യങ്ങൾ ഓക്സിജൻ ആവശ്യത്തിന് എടുക്കുന്നുമുണ്ട്. അവയ്ക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് അത് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുക്കുകയും ഓക്സിജനെ വെളിയിലേക്ക് കളയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ഓക്സിജനും അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1% ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ ആമസോൺ വനങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. പക്ഷേ ആമസോൺ വനം അത് ഭൂമിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ആമസോൺ വനം ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ അത് മാരകമായിട്ടുള്ള പ്രത്യാഘാതമായിരിക്കും നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്നത്. 1% എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ഒരിക്കലും വില കുറച്ച് പറയുകയായിരുന്നില്ല. ഒരു തെറ്റിദ്ധാരണ മാറ്റുക മാത്രമാണ് ഞാൻ ചെയ്തത്. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനിൽ 1% കുറവുണ്ടായാൽ പോലും അത് ഇവിടുത്തെ താപനിലയിലും അതുപോലെ ഇവിടുത്തെ കാലാവസ്ഥാ ഗതിയിലുമൊക്കെ വലിയ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്. ചുരുക്കത്തിൽ ആമസോൺ നമ്മുടെ ഭൂമിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഭൂഭാഗമാണ്. മനുഷ്യർക്കും അത്യാവശ്യമാണ്. എന്നാൽ എല്ലായ്പ്പോഴും നമ്മൾ മനുഷ്യൻ്റെ കാര്യമാണ് ചിന്തിക്കുന്നത്. മനുഷ്യന് നല്ലതായതുകൊണ്ട് അതവിടെ നിലനിൽക്കണം, മനുഷ്യന് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലെങ്കിൽ അത് അവിടെ നിന്നും നശിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ ചിന്തിക്കും. പക്ഷേ മനുഷ്യർക്ക് ഇവിടെ നിലനിൽക്കാനുള്ള അധികാരം ഉള്ളതുപോലെ തന്നെ ആമസോൺ വനത്തിലുള്ള നിരവധി മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും മരങ്ങൾക്കും നിലനിൽക്കാനുള്ള അധികാരമുണ്ട്. മനുഷ്യരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ തുച്ഛമാണ്. നമ്മൾ ഇത്രയും മനുഷ്യരുണ്ടെന്നൊക്കെ പറയുമ്പോൾ പോലും അതിനേക്കാൾ കൂടുതൽ ജീവജാലങ്ങൾ ആമസോണിലുണ്ട്. അതിനേക്കാളുമൊക്കെ കൂടുതൽ മരങ്ങളും സസ്യങ്ങളും ഫംഗസുകൾ പോലും അവിടെ ധാരാളമായിട്ടുണ്ട്. എണ്ണത്തിൽ വളരെയധികം കൂടുതലാണ്. നമുക്കിവിടെ ജീവിക്കാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ അവയ്ക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ നമ്മളുടെ ചൂഷണങ്ങൾ കാരണം ഇവിടുത്തെ ആഗോള താപനില വർദ്ധിക്കുകയാണ്. ഗ്ലോബൽ വാർമിംഗ് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വനം നശീകരണവും കാട്ടുതീയും സംഭവിക്കുന്നു. ബ്രസീലിലൊക്കെ കാട്ടുതീ ഉണ്ടാകുന്നു എന്ന വാർത്ത പലപ്പോഴും നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിനെ ഓർത്ത് നമ്മൾ ആകുലപ്പെടാറുമുണ്ട്. എന്നാൽ വാസ്തവം എന്തെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചെയ്യുന്നില്ല എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ കാര്യമായിട്ട് ഒരു ഇടപെടൽ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല.
അതിന് ഒരൊറ്റ വ്യക്തി വിചാരിച്ചതുകൊണ്ട് ഒന്നും സാധിക്കുകയില്ല എന്നായിരിക്കും നമ്മൾ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുക. അങ്ങനെ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത് മറ്റൊരു തലത്തിലാണെങ്കിലോ, ഒരൊറ്റ മനുഷ്യൻ ചിന്തിച്ചാൽ തന്നെ ഈ ലോകത്തെ മാറ്റിമറിക്കാമെന്ന് നമുക്ക് ഒരു തോന്നലുണ്ടായാലോ, എല്ലാ ആളുകളും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ ആളുകളിലും മാറ്റമുണ്ടാകും. നമ്മുടെ ഭൂമി എന്നും ഒരു സ്വർഗ്ഗലോകമായി തന്നെ നിലനിൽക്കും.